എപ്പോഴത്തെയും പോലെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടും ക്യൂട്ട് ടേബിൾ ഡെക്കേഴ്സും ഒന്നും കാണാത്തോണ്ട് നിങ്ങൾ വിചാരിക്കും ഇന്ന് ക്രാഫ്റ്റ് വീഡിയോ അല്ലേ. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ജപ്പാനിൽ നിന്ന് ഒരു ഗസ്റ്റിനെ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണിത്. ഇപ്പം ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവില്ലേ ആരെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. അത് തന്നെ നമ്മുടെ കൊക്കിഡാമ. ജപ്പാനിൽ നിന്നാണ് വന്നെങ്കിലും പുള്ളിക്ക് അതിന്റെ അഹങ്കാരമൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ ഈ മണ്ണും ചിരട്ടയും പായലും പൂപ്പലും ഒക്കെ തന്നെയാണ് പുള്ളിയുടെ ഇഷ്ടം. മണ്ണിലുള്ള കളി ആയതുകൊണ്ട് തന്നെ എന്നെ അകത്തേക്ക് കയറ്റാൻ അമ്മ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് വേറൊരു ബാക്ക്ഗ്രൗണ്ടിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് ആരും കാണാണ്ടൊന്നും ഇരിക്കരുത് കേട്ടോ. ഇത് ചെയ്ത് വരുമ്പോഴാണ് പണ്ടത്തെ നൊക്ലാച്ചിയൊക്കെ പുറത്തേക്ക് വന്നത്. അതന്നെ നമ്മുടെ മണ്ണപ്പം ചുട്ടുകളി. പണ്ട് വെക്കേഷൻ ആയി കഴിഞ്ഞാൽ എന്റെ മെയിൻ ഹോബി അതൊക്കെ തന്നെയായിരുന്നു. ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെ കളിക്കുമെന്ന് എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. അല്ലാതെ നിങ്ങളെല്ലാരും ഫോണിൽ തന്നെയാണോ? അങ്ങനെ 2 പ്രാവശ്യം ചിരട്ടയിൽ മണ്ണ് നിറച്ച് ഇതേപോലെ ആക്കിയതിന് ശേഷം രണ്ടും കൂടി ഒന്നിച്ച് ഉരുട്ടിയെടുക്കുക. അപ്പൊ തന്നെ നമുക്ക് ഈസി ആയിട്ട് മഡ് ബോൾ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ കയ്യിൽ ഗ്ലൗസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുള്ളൂ കേട്ടോ. എന്തായാലും ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. ഇനി നമുക്ക് വേണ്ടത് ഒരു നൂലും പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച മോസുമാണ് കേട്ടോ. അത് ഓരോ പീസസ് ആയിട്ട് നമുക്ക് ഈ ബോളിന്റെ മേലെ വെച്ച് നൂല് വെച്ച് ചുറ്റി കൊടുക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കൊക്കിഡാമ ഇസ് റെഡി. ശരിക്കും കറക്റ്റ് ആയിട്ട് കൊക്കിഡാമ ഉണ്ടാക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഒരു ചെടിയും കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ജസ്റ്റ് ഈ ഒരു ബോൾ മാത്രമേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ചെയ്തത്. അപ്പൊ വീട്ടിലെ ഗാർഡനിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി, ഒരു ഫ്രഷ് ലുക്ക് ആയിരിക്കും. അപ്പൊ അത്രയല്ലോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.